ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം മാത്രം. നിങ്ങളൊരു രാത്രിക്ക് മുഴുവൻ ഒരു ഗ്രാമം തന്നെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ അതിന്റെ പിന്നിൽ എന്തായിരിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു യുദ്ധമോ, ഒരു പ്രകൃതി ദുരന്തമോ, അല്ലെങ്കിൽ ആരും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു രഹസ്യമോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഇന്നുവരെ മറുപടി കിട്ടാത്ത ഒരു നിഗൂഢത കഥയാണ്. കുൽധാര വില്ലേജ് എന്നൊരു ഗ്രാമത്തിന്റെ കഥ. 1700-കളിൽ ജയ്സമീൻ പ്രദേശത്ത് വളരെയധികം സമൃദ്ധമായ ഒരു ഗ്രാമമായിരുന്നു കുൽധാര. വെള്ളം കുറവുള്ള മരുഭൂമി പ്രദേശമായിരുന്നുവെങ്കിലും അവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമാന്മാരായിരുന്നു. അവർ ജലസംരക്ഷണം സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃഷിയും ജീവിതവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. വ്യാപാരികളും കർഷകരും ചേർന്ന ഒരു സമൂഹം, ശാന്തമായ ജീവിതം. പക്ഷേ എല്ലാം മാറിയത് ഒരു മനുഷ്യന്റെ ആഗ്രഹം കൊണ്ടാണ്. ആ കാലത്തെ ഭരണാധികാരിയായിരുന്ന സലീം സിംഗ് അധികാരം കൈവശം ഉണ്ടായിരുന്ന അദ്ദേഹം ഗ്രാമത്തിലെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു എന്ന് പറയപ്പെടുന്നു. അത് ഒരു അഭ്യർത്ഥനയല്ലായിരുന്നു, ഭീഷണിയായിരുന്നു. അവളെ വിവാഹം ചെയ്യാൻ അനുവദിക്കില്ലെങ്കിൽ ഗ്രാമം മുഴുവൻ നശിപ്പിക്കും, ഇതായിരുന്നു മുന്നറിയിപ്പ്. ഇത് കേട്ട ഗ്രാമത്തിലെ മൂപ്പന്മാർ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടിയുടെ മാനമറക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഭരണാധികാരിയെ നേരിട്ട് എതിർക്കാനും കഴിയില്ലായിരുന്നു. അതിനാൽ അവർ എടുത്ത തീരുമാനം അതിശയിപ്പിക്കുന്നതായിരുന്നു. ഒരു രാത്രിയിൽ ആരും അറിയാതെ 80-ലധികം ഗ്രാമങ്ങളിലെ ആളുകൾ, ഏകദേശം 1500 പേർ ഒരുമിച്ച് അവിടെ നിന്ന് മാറി. ഇത് സാധാരണമായ കുടിയൊഴിപ്പ് അല്ലായിരുന്നു. അവർ എല്ലാം ഉപേക്ഷിച്ചു പോയി. വീടുകൾ തുറന്ന നിലയിൽ, പാത്രങ്ങളിൽ ഭക്ഷണം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ പോലും ചില സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അടുത്ത ദിവസം രാവിലെ സൈന്യം ഗ്രാമത്തിലെത്തി. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. മറ്റൊരു മനുഷ്യനും ഒരു കുട്ടിയും ഒരു മൃഗവും പോലും. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സംശയം വരാം. 1500 പേർ ഒരുമിച്ച് എവിടെ പോയി? അതാണ് ഇന്ന് വരെ ആരും കണ്ടെത്താത്ത ചോദ്യം. അവർക്കൊന്നും പാതയില്ല, അടയാളങ്ങളില്ല. അവർ പോയ വഴി പോലും കണ്ടെത്താനായിട്ടില്ല. മരുഭൂമിയിൽ ഇങ്ങനെ വലിയൊരു കൂട്ടം ആളുകൾ നീങ്ങിയാൽ ഏതെങ്കിലും തെളിവ് ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒന്നുമില്ല. പക്ഷേ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവർ ഒരു ശാപം നൽകിയതായി നാട്ടുകാർ വിശ്വസിക്കുന്നു. ഇവിടെ ഇനി ആരും താമസിക്കരുത്, അല്ലെങ്കിൽ ശ്രമിച്ചാൽ അവർക്കും സമാധാനമുണ്ടാകില്ല. ഇത് വെറുമൊരു കഥയാണെന്ന് നിങ്ങൾ കരുതാം. പക്ഷെ പിന്നീട് നടന്ന സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾ വീണ്ടും ചിന്തിക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം ചിലർ ആ ഗ്രാമത്തിൽ താമസിക്കാൻ ശ്രമിച്ചു. ആദ്യം എല്ലാം സാധാരണമായിരുന്നു. പക്ഷേ രാത്രി വന്നപ്പോൾ അവർക്ക് അന്യമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ നടക്കുന്നത് പോലെ ശബ്ദം, ചുരുളുന്ന ശബ്ദങ്ങൾ. ചിലർക്ക് സ്ത്രീയുടെ കരച്ചിൽ കേട്ടതായി പോലും പറഞ്ഞു. ഒരു കുടുംബം അവിടെ 3 ദിവസം മാത്രം താമസിച്ചു. 4-ാം ദിവസം അവർ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. പിന്നീട് അവർ പറഞ്ഞത് അവിടെ ആരോ നമ്മളെ നോക്കുന്നു എന്ന തോന്നൽ ഒരിക്കൽ പോയില്ല എന്നാണ്. ഇന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ സ്ഥലത്തെ സംരക്ഷിക്കുന്നു. പകൽ സമയത്ത് സന്ദർശകരെ അനുവദിക്കുന്നുണ്ടെങ്കിലും രാത്രി അവിടെ ആരും താമസിക്കാൻ അനുവദിക്കില്ല. ഗൈഡുകൾ പോലും പറയുന്നു, സൂര്യൻ അസ്തമിച്ചാൽ അവിടെ ഒരു വിചിത്രമായ നിശബ്ദത വീഴും. പക്ഷെ ആ നിശബ്ദത പോലും ഭയപ്പെടുത്തുന്നതായിരിക്കുമെന്ന്. ഇത് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ശ്രമിച്ചവരുണ്ട്. ചിലർ പറയുന്നു അത് വെറും ഒരു കൂടിക്കൊഴുപ്പാണ്. ചിലർ പറയുന്നു വെള്ളക്കുറവും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം ആളുകൾ മാറിയതാകാമെന്നാണ്. പക്ഷെ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. അവർ പോയതിന്റെ തെളിവെവിടെ? 1500 പേർ ഒരുമിച്ച് ഒരു രാത്രിയിൽ മാറിയാൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഒരു രേഖ പോലുമില്ല? ഇതാണ് ഈ കഥയെ ഇന്നും നിഗൂഢമാക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം അവിടെ പോകാൻ അവസരം കിട്ടിയാൽ പകൽ സമയം ആ സ്ഥലത്തെ നോക്കുമ്പോൾ അത് വെറും ഒരു ശൂന്യമായ ഗ്രാമം പോലെ തോന്നും. പക്ഷെ മനസ്സിനൊരു ചെറിയ ചിന്തയുണ്ടാകും, ഇവിടെ ഒരിക്കൽ ജീവൻ നിറഞ്ഞിരുന്നു എന്ന്. പക്ഷേ രാത്രിയായാൽ ആ സെയിം സ്ഥലത്ത് നിൽക്കാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ കാറ്റിന്റെ ശബ്ദം പോലും വ്യത്യസ്തമായി കേൾക്കും. ഒരു അടയാളമില്ലാത്ത ഭയം മനസ്സിൽ കയറും. അത് വെറും മനസ്സിന്റെ കളിയാണോ? അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ കഥയിൽ ഇപ്പോഴും എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒരു ഗ്രാമം, ഒരു രാത്രി, ഒരു തീരുമാനവും ഒരു ശാപവും, ഇന്നുവരെ മറുപടി കിട്ടാത്ത ഒരു യാഥാർത്ഥ്യം. ഇത് കേട്ട ശേഷം നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇതൊരു സാധാരണ കുടിയൊഴിപ്പാണോ? അല്ലെങ്കിൽ ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത രഹസ്യമാണോ? ആ മണൽക്കാറ്റ് വീശുമ്പോൾ അത് വെറും പ്രകൃതിയുടെ ശബ്ദമല്ലെന്ന് തോന്നും. അത് ഒരു പഴയ കഥയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്നുവരെ പൂർണ്ണമായി പറയപ്പെടാത്ത ഒരു കഥ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.